ഉറക്കം വന്നില്ല. നമ്മൾ വെളുപ്പിനെ 6 മണിക്ക് വരാൻ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ 4 മണി ആയപ്പോഴേ അങ്ങ് ഉണർന്ന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. 4 മണിയായപ്പോൾ എണീറ്റ് ടെൻറ്റും പൊക്കിക്കൊണ്ട് ഇങ്ങനെ ബീച്ചിലോട്ട് പോകുന്നു. ഇവിടെ വന്ന് ടെൻറ്റൊക്കെ അടിച്ച് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. കിട്ടില്ല വ്യൂ ആണ്. ആരുടെ ഒരു ശല്യമില്ല. രാവിലെ നടക്കാൻ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. വള്ളം അത് കാണുന്ന ധർമ്മടം തുരുത്താണ്. അവിടെ ഒരു പഴയ കപ്പൽ കിടപ്പുണ്ട്, കാണാൻ പറ്റില്ല. പഴയ കപ്പൽ വന്ന് കിടപ്പുണ്ട്. ധർമ്മടം ബീച്ചാണ് ഇത്. നമ്മുടെ മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. കമ്മ്യൂണിസ്റ്റിൻ്റെ സിമ്പലൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി നമ്മൾ ഒതുക്കി ഒരു സൈഡിൽ കൊണ്ടിട്ടിട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും വൈബാണ്, ഒരു രക്ഷയില്ല. രാവിലെ സമയം ഒരു 6 മണി 6:15 ഉള്ളൂ. പൊളി വൈബാണ്. ഇങ്ങനെ നമ്മൾ അങ്ങ് ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് വണ്ടി ഇറക്കി ഓടിച്ചുകൊണ്ട് വന്നതാണ് ഇങ്ങോട്ട്. കിടിലമാണ്. രാവിലെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വെയിലായി കഴിഞ്ഞാൽ ശോകമാണ്. നമ്മൾ രാവിലെ ഇങ്ങി പോന്നു. ടെൻ്റൊക്കെ അടിച്ച് സെറ്റായി കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ ടെൻ്റ് അടിക്കുന്നതിനാൽ സീനുണ്ടോ, നാട്ടുകാർ വന്ന് ചവിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ടെൻ്റ് അടിച്ച് ടെൻറ്റിനകത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. വാ മോനെ, പൊളി. കിട്ടില്ല. സൂര്യൻ ഇങ്ങനെ അവിടെ നിന്ന് ഉദിച്ചു വരുന്നൊരു ചുമന്ന ആകാശം. ഇവിടെ മത്സ്യബന്ധനത്തിനൊക്കെ ആൾക്കാർ പോയി തുടങ്ങുന്നു. ഇവിടുന്ന് മീൻ പിടിക്കാൻ രാവിലെ ആൾക്കാർ പോയി തുടങ്ങും. വള്ളമൊക്കെ എടുത്തു തുടങ്ങി. ചെറിയ ചെറിയ വള്ളങ്ങൾ. നമുക്ക് കല്ലയിൽ പോയി കയറി നോക്കാം. അവിടെ തുരുത്തിലേക്കൊക്കെ നടന്നു പോകാൻ പറ്റും. അവിടെ ധർമ്മടം വെള്ളത്തിൽ കൂടെ, കടലിൽ കൂടെ നടന്നു പോകാൻ പറ്റും. ഐലൻഡ് കിടില. അവിടെ വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. നമുക്ക് ഈ ഡ്രൈവിംഗ് ബീച്ച് അങ്ങ് തിക്കോടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. വടകരയ്ക്ക് അപ്പുറം വരെ ഡ്രൈവിംഗ് ബീച്ചാണ് ഇവിടെ. അടിപൊളിയാണ്. ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നല്ല കട്ടി മണ്ണാണ്. ഓ, മണ്ണെല്ലാം കൂടെ അടിച്ച് കാലിലോട്ട് വെക്കുന്നത്. മൈ ഗോഡ്. ഓ, കല്ലിൻ്റെ അടുത്ത് വരുമ്പോൾ കുഴിയാണ്. കല്ലിനോട് ചേർന്ന് ഭയങ്കര കുഴിയെ തിര വന്ന് അടിച്ചിട്ട് മണ്ണൂടെ കൊണ്ടുപോകുന്നു. യെസ്, എന്താണ് സാധനം? എൻ്റെ കൊക്കാണെന്ന് തോന്നുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്. ഹായ്. മനോഹരമായ കാഴ്ചകൾ. അതോ നമ്മുടെ ജീപ്പും ടെൻറ്റും. ഓ, കുറെ പട്ടികൾ അതിൻ്റെ കീഴിൽ കൂടെ പോകുന്നു. പട്ടി പട്ടി. ഞാൻ വിചാരിച്ചു പട്ടി എന്ന് ടെൻറ്റിനകത്ത് കയറി നമുക്ക് വരാൻ പട്ടി അവിടെ സ്റ്റേ അടിക്കുമെന്ന്. ഓ, സൂര്യൻ അതാ അവിടെ നിന്ന് ഉദിച്ചു വരുന്നു. അയ്യോ, കിട്ടില്ല രക്ഷയില്ല. ഒരു സൈഡിൽ ഇങ്ങനെ മത്സ്യബന്ധനത്തിന് പോകുന്ന മുക്കുവർ, മറു സൈഡിൽ ഉദിച്ചു വരുന്ന സൂര്യൻ. രണ്ടിൻ്റെ നടുവിൽ ഞാൻ. അവിടെ അത് ധർമ്മടം തുരുത്ത്. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സുഹൃത്തുക്കളെ. എൻ്റെ കൂടെ വന്നതെന്തോ വെറുതെ അതുവഴിയൊക്കെ നടക്കുന്നു. ഇങ്ങനെ ഒരു ടൈം ലാപ്സ് എടുത്തു കഴിഞ്ഞാൽ പൊള്ളിക്കുമല്ലേ. ടൈം ലാപ്സ് എടുത്തിട്ട് വരാം. ഈ പച്ചിച്ച് കാണുന്നതെല്ലാം കല്ലിമക്കായാണ്. കല്ലിമക്കായ ഇവിടെ ഇഷ്ടം പോലെ, കണ്ണൂർ സൈഡ് എല്ലാം ഇഷ്ടം പോലെ കല്ലിമക്കായ കിട്ടും. ഈ ആൾക്കാരില്ല ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ് കല്ലിമക്കായ. ഇതെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. ഇതെല്ലാം ആൾക്കാർ പറിച്ചെടുത്തതാണ് കല്ലിമക്കായ. കല്ലി പറ്റിപ്പിടിച്ച് കല്ലിമക്കായ വളരുന്നു. എല്ലാം പോയത്. അവിടെ ഒന്നുമില്ല, ഒന്നിനെ പോലും കാണാനില്ല.
സൂര്യൻ ഇങ്ങനെ ഉദിച്ച് മുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുത്തിനെ ഞാൻ അവിടെ ടൈം ലാപ്സ് എടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കഷ്ടപ്പെട്ടിരുന്നു ടൈം ലാപ്സ് എടുക്കുന്നു. രാവിലെ ഇവിടെ വേറെ വൈകിട്ട് വീട്ടിലെങ്ങാണ്ട് ഡ്രൈവിംഗ് ബീച്ച് വരുവാണെങ്കിൽ രാവിലെ വൈകിട്ട് വരും. ഉച്ചയ്ക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ വെയിൽ കൊണ്ട് മുട്ടയിടും. ഓ ഞങ്ങൾ ഒരു വട്ടം ഉച്ചയ്ക്ക് വന്നത് അവിടെ അയ്യോ അവിഞ്ഞ്. 2 വർഷം മുന്നേ ഇതേ സമയം കണ്ണൂർ കാസർഗോഡ് ട്രിപ്പ്. വണ്ടിയൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ, കാറൊക്കെ. അന്ന് ഞങ്ങൾ വന്നപ്പോൾ 20 രൂപ പാസ് എന്തോ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ പാസ് ഉണ്ട്. അതിന് അയാൾ ഞങ്ങളെയും ചുമ്മാ മേടിച്ചാണെന്നും അറിയത്തില്ല. പാസും കാര്യങ്ങളൊന്നുമില്ല. അതെന്തോ തലയാണയൊക്കെ എടുത്തുകൊണ്ടിരുന്നുണ്ട്. പിന്നെ തലയാണ വെച്ച് ടൈം ലാസ് എടുക്കാൻ ഡെഡിക്കേഷൻ ലെവൽ. അങ്ങോട്ട് പോയി നോക്കാം. എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് വരാം. ഇവിടെ ഇരുന്ന് 2 ഫോട്ടോ ഒക്കെ എടുക്കണം. അന്ന് ഞങ്ങൾ ഈ വഴിയൊന്നും വന്നതേ ഇല്ല. അന്ന് ഞങ്ങൾ അവിടെ കിടന്ന് ബീച്ചിൽ കിടന്ന് വെറുതെ വണ്ടി ഓടിച്ച് ആ വഴി അങ്ങ് തിരിച്ചു പോയി. ഇത്രയും ഡിസ്റ്റൻസ് ഒന്നും വന്നില്ല. ഇന്ന് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു അറിവേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോഴും കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ ചുമ്മാ ഇങ്ങ് പോകുന്ന രാവിലെ ആയതുകൊണ്ട് വണ്ടി ഓടിച്ച് ഇങ്ങ് പോകുന്നു, സൈഡ് പറ്റി ഇങ്ങ് ഓടിച്ച് പോകുന്നു. പിന്നെ ഇന്നലെ നമ്മളോട് പറഞ്ഞായിരുന്നു അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ധർമ്മടം ബീച്ച് എന്ന് തലശ്ശേരിയിലുള്ളൊരു ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ആ ഒരു അറിവൊക്കെ വെച്ച് ഇങ്ങ് പോകുന്നു. വെള്ളം തൂക്കിക്കൊണ്ട് പോകും. വെള്ളത്തിലിറക്കാൻ വേണ്ടിയിട്ട് കരയിൽ 4 പേര്. ഒരു അപ്പൂപ്പൻ ആ സൈഡിൽ നിന്ന് ഓടിച്ച് കരയിലോട്ടും കയറ്റുന്നു. വണ്ടിയൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ആ വ്യൂ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. കിഴക്ക് പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കാനും ആൾക്കാരിവിടെ. ഞാൻ വിചാരിച്ച് ഞങ്ങളുടെ ഏരിയ മാത്രമേ ഉള്ളൂ ബീച്ചിൽ ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളെന്ന്. അല്ല കേട്ടോ, കണ്ണൂർ സൈഡിലും ഉണ്ട് കുൽസിതന്മാർ. അവനെ നീ എന്തുവാടാ ചെയ്യുന്നേ? എന്തുവാ അത്? സൂര്യൻ ഈ തലയുടെ മുകളിൽ വന്നല്ലോ. ഓ ഇവിടെ മരത്തിന്റെ സൈഡിൽ ഇരിക്കുന്ന ഉള്ളില്ലയോ? അവിടെ നോക്കിയാ സൂര്യൻ മണ്ടയ്ക്ക് വന്ന്. കടല് കണ്ട അവിടെ സൈഡിൽ ചെറുതായിട്ട് ബീച്ച് കാണില്ലേ? ടെന്റിന്റെ സാധനമാണോടാ കൊണ്ട് നീ ഇതിന്റെ അകത്ത് ഇട്ടിട്ട് വെച്ചോണ്ടിരിക്കുന്നത്? ക്യാമറ ബാഗ്. ഇത് ക്യാമറ ഇല്ലേ? ഹൈറ്റ് ഇട്ടിട്ടാ എൻ്റെ കൊച്ചു പിള്ളേരാണല്ലോ വെള്ളം കൊണ്ട്. കടലിൽ പോകാൻ തോന്നുന്നു മീൻ പിടിക്കാനേ. എന്തോ ഡമ്പല് കുട്ടീനെ സമയം ചാടാണ്. തിരക്കായി തുടങ്ങി ബീച്ചിൽ. നമ്മൾ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. രാത്രി ഉറങ്ങാൻ പറ്റിയതേ ഇല്ല. 6:30-ക്ക് വരാൻ അലാറം വെച്ചിട്ട് 6:30-ക്ക് എഴുന്നേക്കാൻ അലാറം വെച്ചിട്ട് കിടന്നതാണ് രാത്രിയിൽ. 4 മണിയായപ്പോൾ തന്നെ എണീറ്റ്. അതല്ലേലും അങ്ങനെയാണല്ലോ. ട്രിപ്പ് പോകാൻ നേരം രാത്രി നമുക്ക് ഉറക്കമില്ലല്ലോ. എടപ്പായാലും അങ്ങനെയൊക്കെ തന്നെ. രണ്ട് പയ്യന്മാരാണല്ലോ ഇത്. കടലിൽ കൊണ്ടുപോകുന്ന ചോദിക്കായിരുന്നു അവരോട്. ഒറ്റയ്ക്ക് പോകുന്നവരുണ്ട്. ഇതിൽ വലയൊന്നും കാണുന്നില്ലല്ലോ. ഇത് വെള്ളത്തിലൊന്നും വെള്ളം മാത്രമേ ഉള്ളൂ, വലയില്ല. അപ്പൂപ്പൻ ഒറ്റയ്ക്ക് കഴിഞ്ഞു പോകുന്നു. വള്ളം തുഴയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആയാസകരമായ പണിയാണ്. തുഴയാനറിയാത്തവൻ അല്ലെങ്കിൽ അത് വെള്ളത്തിൽ കിടക്കും. ഓ എന്ത് ഇതൊക്കെ പോകുന്നു. ആരുമില്ല, ആളും തിരക്കും ഒന്നുമില്ലാത്ത മുഴുപ്പിലങ്ങാട് ബീച്ച്. വാ.